അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഇൻഡർ 16 PPയുടെ അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ്റെ കേസ് വരെയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയുമായിരുന്നു നമുക്ക് തിയറി പാർട്ടിൽ ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതുവരെ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസാണ്. അതെങ്ങനെ അപ്ലൈ ചെയ്യും, സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണത് എന്നുള്ള എക്സാമ്പിൾസ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു, ഇതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഏതൊക്കെ കോസ്റ്റ് എലമെൻ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. An entity has purchased a new printing machine for their industrial printing operation, and the machine has been imported from Germany and will be installed in the existing factory following the dismantling and removing old press, which is now obsolete due to advance in technology. ഇതൊക്കെ തന്ന ഇൻഫോർമേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓൾഡ് പ്രസ് റിമൂവ് ചെയ്തുകൊണ്ട് അതിന് പകരം ഒരു പുതിയ മെഷീനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസ് ഏതൊക്കെയാണ്? ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് അത് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള പ്രൈസ് 60 lakh തന്നിട്ടുണ്ട്. ദെൻ കൺസൾട്ടേഷൻ ഫീ ഫോർ ചൂസിങ് ദ ന്യൂ അസറ്റ് 50,000. അപ്പോൾ ഓരോ എക്സ്പെൻസും വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസാണ്. അതെന്തായാലും നമ്മൾ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കാവുന്നതാണ്. ദെൻ കൺസൾട്ടേഷൻ ഫീ ഫോർ ചൂസിങ് ദ ന്യൂ അസറ്റ്. കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് കൺസൾട്ട് ചെയ്തിട്ടുള്ള ഒരു ഫീ, നമുക്കത് ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്ന കൺസൾട്ടേഷൻ ഫീസാണ്. അത് നമുക്ക് അതിൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് അല്ല, ഇൻസ്റ്റലേഷന് വന്നിട്ടുള്ള കോസ്റ്റ് അല്ല, ജസ്റ്റ് അത് കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ ഫീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇമ്പോർട്ട് ഡ്യൂട്ടി പെയ്ഡ്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി ഇസ് എ ടാക്സ്, നോൺ റീഫണ്ടബിൾ പാർട്ടൊക്കെ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്ക് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 6 lakh. ദെൻ ഷിപ്പിംഗ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ എത്തുന്നതിന്, നമ്മളുടെ പ്രിമൈസസിൽ എത്തുന്നത് വരെയുള്ള കോസ്റ്റാണ്. സോ ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ്. അപ്പോൾ അതും നമുക്ക് എടുക്കണം. ദെൻ ഇൻഷുറൻസ് ഫോർ ഷിപ്പിംഗ്. ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ഇൻഷുറൻസ് ഫോർ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പ്രിമൈസസിൽ ഈ ഒരു മെഷീൻ ഇമ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടിങ് ടൈമിൽ ഈ ഒരു മെഷീന് എന്തെങ്കിലും ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ അതെന്താണ്, നമ്മുടെ മെഷീന് ഓർഗനൈസേഷനിൽ എത്തുന്നത് വരെ വരുന്ന കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. മെഷീൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ അത് മെഷീൻ്റെ കോസ്റ്റിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു കോസ്റ്റാണത്. ഓക്കെ. ദെൻ എ പോർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇൻകർ ചെയ്തിട്ടുള്ള സെർട്ടൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് റിലേറ്റഡ് ആയിട്ടും വേണമെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടാക്കാം. അത് നമ്മളുടെ ഒരു മെഷീന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വന്നിട്ടുള്ള കോസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഈ ഒരു മെഷീൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇൻകർ ചെയ്തിട്ടുള്ളൊരു കോസ്റ്റാണ്. ദെൻ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ദ ഓപ്പറേറ്റേഴ്സ് ഇൻ ദ ന്യൂ മെഷീൻ. അതും എപ്പോൾ വരുന്ന കോസ്റ്റാണ്? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വരുന്ന കോസ്റ്റാണ്. നമ്മൾ മെഷീന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഓപ്പറേറ്റേഴ്സിന് എന്ത് കൊടുക്കുന്നത്, ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്.
ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ടാകും. എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കോസ്റ്റാണ്, നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. കോസ്റ്റിൽ നമ്മൾ എന്ത് വരെ ചെയ്യേണ്ടത്? ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ആൻഡ് അത് പ്രിമൈസിൽ എത്തുന്നത് വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ഓക്കെ. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഓപ്പറേറ്റേഴ്സിന് നമ്മൾ ട്രെയിനിങ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഇൻസ്റ്റാളേഷൻ്റെ വരുന്ന കോസ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ ലോജിക്കലി ഓരോ പോയിൻറ്റ്സും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ ഇലക്ട്രീഷ്യൻ ഫീ ഫോർ കണക്റ്റിംഗ് ദ മെഷീൻ ടു പവർ സപ്ലൈ. അതെന്താണ്? മെഷീൻ കണക്ട് ചെയ്യുന്നതിന് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതായതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. ദെൻ പ്രൊഫഷണൽ ഫീ ചാർജ്ഡ് ബൈ കൺസൾട്ടിംഗ് എഞ്ചിനീയർ ഫോർ ഓവർസീയിങ് ദ ഇൻസ്റ്റാളേഷൻ. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു കൺസൾട്ടിംഗ് എഞ്ചിനീയർ ഉണ്ടാകും, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോപ്പറാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന്. അതിൻ്റെ ആ ഒരു മെഷീനെ കുറിച്ചിട്ട് നോളജ് ഉള്ളൊരു പേഴ്സൺ. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സർട്ടൻ പ്രൊഫഷണൽ ഫീ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കോസ്റ്റാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടതാണ്. ദെൻ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് സൗണ്ട് പ്രൂഫിംഗ് റൂഫ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സ് ഇൻ ദ അതർ പാർട്ട് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്. അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു കോസ്റ്റ് വന്നിട്ടുള്ളത്? ഇൻസ്റ്റാളേഷൻ കോസ്റ്റാണ്, പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സൗണ്ട് പ്രൂഫിംഗ് റൂഫാണ്. നമ്മളുടെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് അല്ല, സൗണ്ട് പ്രൂഫിംഗ് റൂഫ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റാണ്. അത് നമ്മളുടെ മെഷീൻ്റെ കോസ്റ്റിലേക്ക് എടുക്കേണ്ടതല്ല, അത് സൗണ്ട് പ്രൂഫിംഗ് കോസ്റ്റിലേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എടുക്കേണ്ടത് എന്തൊക്കെയാണ് എലമെൻറ്റ്, എന്തൊക്കെ വേണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും കോസ്റ്റ് എടുക്കേണ്ടത്. ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ എടുക്കേണ്ട എന്നുള്ളത് ക്ലിയർലി ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് വെക്കുക. ആൻഡ് അതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആഡ് ചെയ്താൽ മാത്രം മതി. ഇതിൽ നമ്മൾ ഇൻവോയ്സ് എടുത്തു, ഇമ്പോർട്ട് ഡ്യൂട്ടി എടുത്തു, ആൻഡ് ഷിപ്പിംഗ് കോസ്റ്റ്, അതിൻ്റെ ഇൻഷുറൻസ്, ആൻഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻ ഫീ ആൻഡ് പ്രൊഫഷണൽ ഫീ, ഇത്രയാണ് നമ്മൾ എടുത്തത്. ഇതിൻ്റെ കൂടെ ട്രേഡ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് നിങ്ങൾ ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കുറയ്ക്കണം. റീഫണ്ടബിൾ പാർട്ട് ഓഫ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടാക്സസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കണം. നോൺ റീഫണ്ടബിൾ പാർട്ട് മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇതുവരെ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസും ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. റീവാലുവേഷൻ മോഡൽ, കോസ്റ്റ് മോഡൽ ആൻഡ് റീവാലുവേറ്റ് മോഡലിൽ നമ്മൾ റീവാലുവേഷൻ മോഡലിൽ ചില ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസറ്റിൻ്റെ പ്രൈസ് റീവാല്യൂ ചെയ്യുമ്പം ഇൻക്രീസ് ആവാം ഓർ ഡിക്രീസ് ആവാം. ഇൻക്രീസ് ആവുന്ന സമയത്ത് അവിടെ റീവാലുവേഷൻ സർപ്ലസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഇയർത്തെ ലോസ് ആയിട്ട് കണ്ട് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോസ്റ്റ് വാല്യുവേഷൻ മോഡലിൽ. അപ്പോൾ അതിൻ്റെ 2 എക്സാമ്പിൾസ് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, റോഷൻ ലിമിറ്റഡ് ഹാസ് ആൻ ഐറ്റം ഓഫ് ലാൻഡ് carried in its book at 15 lakh worth land ആണ് ഉള്ളത്. Then 2 years ago a surge in land values assisted the company to increase the carrying value from 9 lakh and a revaluation reserve was created in lieu of the same amount. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 years back ഇതിനൊരു
സർജ് മീൻസ് ഒരു ഇൻക്രീസ് എന്നുള്ള വേർഡാണ്. അത് സാധാരണ നമ്മൾ ഈ ലാൻഡ് EPPയുടെ കേസിലൊക്കെ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം സർജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഡിക്രീസ് ആവുന്ന സമയത്ത് സ്ലംപ് എന്നുള്ള വേർഡും യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി, സർജ് ആൻഡ് സ്ലംപ്. അപ്പോൾ സർജ് വന്നിട്ടുണ്ട് 2 years ബാക്ക്. 2 years ago ലാൻഡിൻ്റെ വാല്യൂസ് എത്രയായിരുന്നു? ദ ലാൻഡ് വാല്യൂസ് അസിസ്റ്റഡ് ദ കമ്പനി ടു ഇൻക്രീസ് ദ ക്യാരിയിങ് വാല്യൂ ഫ്രം 9 lakh. 9 lakh നിന്ന് 15 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഇയറിൽ എന്ത് വന്നു? ഒരു റീവാലുവേഷൻ റിസർവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റീവാലുവേഷൻ സർപ്ലസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 9 lakh ആയിരുന്നു ഇത് ആദ്യം 2 years ago, അതിൽ നിന്ന് 15 lakh ആയി. ദെൻ there has been a slump in the land prices in the current year. ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ആൻഡ് ദ ലാൻഡ് ഈസ് നൗ വർത്ത് 6 lakh. ഇപ്പോൾ അതിന് വാല്യൂ 6 lakh ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബുക്സിൽ കാണിച്ചിരിക്കുന്നത് 15 lakh ആണ്. 15 lakh 2 years ബാക്ക് 9 lakh ആയിരുന്നു. അപ്പോൾ 9 lakh നിന്ന് 15 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. 2 years ബാക്കിൽ ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ റീവാല്യൂഷൻ സർപ്ലസ് ഉണ്ടായി. എന്നാൽ കറണ്ട് ഇയറിൽ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ആയിട്ട് 6 lakh ആയി. 15 lakh ഉള്ളത് ഇപ്പോൾ 6 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇയറിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? റിവാലുവേഷൻ കറണ്ട് ഇയറിൽ റിവാലുവേഷൻ ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 15 lakh 6 lakh ആയി. എന്നാൽ സെയിം അസറ്റിൽ തന്നെ 2 years ബാക്ക് ഒരു റീവാലുവേഷൻ സർപ്ലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന റീവാലുവേഷൻ സർപ്ലസ് യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് ഇയറിൽ വന്നിട്ടുള്ള ലോസിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സർപ്ലസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കറണ്ട് ഇയറിൽ ഉണ്ടായിരിക്കുന്ന ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസറിൽ നോക്കുക. ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഏതാണ് റീവാലുവേഷൻ ഫസ്റ്റ് ഇയറിൽ നമുക്ക് റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്. 9 lakh നിന്ന് ഇത് 15 lakh ആയപ്പോൾ നമുക്ക് എത്ര? ഒരു 6 lakh റീവാലുവേഷൻ സർപ്ലസ് 2 years ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കറണ്ട് ഇയറിൽ 15 lakh നിന്ന് ഇതിന് 6 lakh ആയിട്ട് മാറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര? കറണ്ട് ഇയറിൽ നമുക്കൊരു 3 lakh ലോസ് വന്നിട്ടുണ്ട്. 15 lakh പകരം 9 lakh നിന്ന് 6 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 3 lakh ഒരു ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും? ഓക്കെ, അപ്പം 15 lakh ആയിരുന്നു. 15 lakh എന്ന് പറയുന്നത് 9 lakh നിന്ന് 15 lakh ആയിട്ട് മാറിയതാണ്, ഇൻക്രീസ് ഉണ്ടായിട്ടാണ് മാറിയത്. കറണ്ട് ഇയറിൽ അത് 6 lakh ആണ് വന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് 6 lakh ഉണ്ട്, ആൻഡ് കറണ്ട് ഇയർ ലോസ് 3 lakh ആണ്. ഇത് നോക്കിയിരിക്കുന്നത് 15 lakh ഓർ 9 lakh വിച്ച് എവർ ഈസ് ലോവർ എമൗണ്ട് എന്നുള്ള കോസ്റ്റിലാണ് നമ്മളത് വാല്യൂ ചെയ്തിരിക്കുന്നത്. അസറ്റിൻ്റെ വാല്യൂ ചെയ്യുന്നത് 15 lakh, അതായത് ക്യാരിയിങ് എമൗണ്ട് അല്ലെങ്കിൽ ഫെയർ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള വാല്യൂ മെത്തേഡിലാണ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ എടുക്കുന്നത്. അതുകൊണ്ടാണ് 9 lakh നമ്മൾ വാല്യൂ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 lakh ലോസ് ആണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും? പ്രീവിയസ് ഇയർത്തെ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് നമുക്ക് എത്ര എടുക്കാം? 6 lakh അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ 6 lakh നിന്ന് നമുക്ക് കറണ്ട് ഇയർത്തെ 3 lakh സെറ്റ് ഓഫ് ചെയ്യാം. റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു 6 lakh. 6 lakh ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് കറണ്ട് ഇയറിൽ എത്ര ലോസ് വന്നു. കറണ്ട് ഇയറിൽ നമുക്ക് 3 lakh ലോസ് വന്നു. ഓക്കെ, 3 lakh. ഈ 3 lakh നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു റീവാലുവേഷൻ സർപ്ലസ് നിന്നാണ്. 6 lakh നിന്ന് 3 lakh എടുത്തു. ഇനി ബാക്കി ആ ഒരു ഇയറിൽ നമുക്ക് 3 lakh റീവാലുവേഷൻ സർപ്ലസിൽ അവൈലബിൾ ആയിരിക്കും.
3 ലാക്ക് മാത്രമാണ് നമ്മൾ ലോസിലേക്ക് എടുത്തിട്ടുള്ളത്. ബാക്കി 3 ലാക്ക് ആ ഒരു ഇയറിൽ റിവാലുവേഷൻ സർപ്ലസിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ആൻഡ് ടു അസറ്റ് അക്കൗണ്ട് 9 ലാക്ക്, അസറ്റിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഒരു ഇയറിൽ സെയിം അസറ്റിൽ തന്നെ റിവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിരുന്നു, എന്നാൽ അതിന് ഇപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സെറ്റ് ഓഫ് ചെയ്യും എന്നുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ അസറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് നോക്കുക, അസറ്റിൻ്റെ കോസ്റ്റ് ആണോ, അതായത് ബുക്കിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് ആണോ, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ആണോ, വിച്ച് എവർ ഈസ് ലോവർ, ഏതാണോ ആ ഒരു വാല്യൂയിലാണ് നമ്മൾ അസറ്റിനെ മെഷർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കുക. ദെൻ നെക്സ്റ്റ് ഓപ്പോസിറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രീവിയസ് ഇയറിൽ നമുക്കൊരു ഡിക്രീസ് വന്നു അല്ലെങ്കിൽ ലോസ് ഉണ്ടായിരുന്നു, എന്നാൽ കറണ്ട് ഇയറിൽ നമുക്കൊരു റിവാലുവേഷൻ സർപ്ലസ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? കുമാർ ലിമിറ്റഡ് ഹാസ് ആൻ ഐറ്റം ഓഫ് ലാൻഡ് ക്യാരീഡ് ഇൻ ഇറ്റ്സ് ബുക്സ് അറ്റ് 18 ലാക്ക്. 18 ലാക്കാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. 2 years ago, a slump in land values led the company to reduce the carrying value from 22 lakh. 2 years ago അതിൻ്റെ വാല്യൂ 22 ലാക്ക് ആയിരുന്നു, അതിന്നത് 18 ലാക്കായിട്ട് മാറി. ദിസ് വാസ് ടേക്കൺ ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഇപ്പോൾ 22 ലാക്കിൽ നിന്ന് 18 ലാക്കായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ആ ഒരു ഇയറിൽ, പ്രീവിയസ് ഇയറിൽ നമുക്ക് എത്ര വന്നു, ഒരു 4 ലാക്കിന് ലോസ് വന്നിട്ടുണ്ട് ആ ഒരു ഇയറിൽ. There has been a surge in land prices in the current year. കറണ്ട് ഇയറിൽ എന്ത് ചെയ്തു, അസറ്റിൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്തു. പ്രീവിയസ് ഇയറിൽ അത് കുറയാണ് ചെയ്തത്, ലോസ് ആണ് വന്നിട്ടുള്ളത്, ഓർ ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത് റീവാല്യൂ ചെയ്തപ്പം. എന്നാൽ കറണ്ട് ഇയറിൽ അതെന്തായി, 31 ലാക്കായിട്ട് ഇൻക്രീസ് ചെയ്തു, ഒരു സർജ് വന്നു. ഓക്കെ, ഹൗ ഡു യു അക്കൗണ്ട് ദ റീവാലുവേഷൻ ഇൻ ദ കറണ്ട് ഇയർ? അപ്പോൾ നമ്മൾ എന്ത് കാണുക, പ്രീവിയസ് ഇയറിൽ ലോസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യുക. കറണ്ട് ഇയറിൽ എന്താ വന്നതെന്ന് നോക്കുക. കറണ്ട് ഇയറിൽ എന്താണ്, 31 ലാക്കായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഏതാണ് ലോവർ വാല്യൂ, ബുക്ക് വാല്യൂ ഓർ ഫെയർ വാല്യൂ? ബുക്ക് വാല്യൂ 18 ലാക്കാണ് ലോവർ എമൗണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ അസറ്റ് വാല്യൂ ചെയ്യേണ്ടത്. സോ 18 ലാക്കിൽ നിന്ന് 31 ലാക്കായിട്ടത് ഇൻക്രീസ് ചെയ്തു. റിവാലുവേഷൻ സർപ്ലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് ഇയറിൽ. സോ റിവാലുവേഷൻ സർപ്ലസ് വിൽ ബി 13 ലാക്ക്. ഓക്കെ, അപ്പോൾ 13 ലാക്ക് കറണ്ട് ഇയറിൽ സർപ്ലസ്, ആൻഡ് പാസ്റ്റ് ഇയറിൽ നമുക്കൊരു ഡിക്രീസ് 4 ലാക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. എത്ര ഇൻക്രീസ് ചെയ്തു? കറണ്ട് ഇയറിൽ 13 ലാക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ അസറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ള വാല്യൂ 13 ലാക്ക് ഡെപ്റ്റർ. 2 എന്ത് വന്നിട്ടുണ്ട്? നമുക്കൊരു പ്രോഫിറ്റ്, റിവാലുവേഷൻ സർപ്ലസ് ആയിട്ട് നമുക്ക് എത്ര രൂപ വന്നു, റിവാലുവേഷൻ സർപ്ലസിലേക്ക് നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ, ടോട്ടൽ നമുക്ക് 13 ലാക്ക് റിവാലുവേഷൻ സർപ്ലസ് വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ 4 ലാക്ക് നമുക്ക് പ്രീവിയസ് ഇയറിൽ ഡിക്രീസ് വന്നിട്ടുള്ളതാണ്, ലോസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പ്രീവിയസ് ഇയർത്തെ ഡിപ്രിസിയേഷൻ. പ്രീവിയസ് ഇയറിൽ 4 ലാക്ക് ഉണ്ട്, അപ്പോൾ ആ ഒരു ലോസ് നമുക്ക് ഇത് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാം. ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 4 ലാക്ക്, അത് നമ്മൾ ആ ഒരു ഇയറിൽ, ലോസ് വന്ന ഇയറിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്തതായിരിക്കും. അതിനെയാണ് നമ്മളിപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അത് ആ ലോസ് നമ്മൾ ഇല്ലാതാക്കി. ഡെബിറ്റ് ചെയ്തിരുന്ന ഒരു ഐറ്റത്തിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം ക്യാൻസലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ആക്ച്വലി പ്രീവിയസ് ഇയറിൽ, ഓക്കെ, ഈ ഒരു എമൗണ്ട് ലോസ് വന്ന ഇയറിൽ നമ്മൾ അതിനെ ഡിക്രീസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാകും. ആ ഒരു ഇയറിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാകും 4 ലാക്ക്. കറണ്ട് ഇയറിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാണ്. 4 ലാക്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് മീൻസ് അത്രയും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോസ് അവിടെ
സെറ്റ് ഓഫ് ആയി പോയി. ബാക്കി നമുക്ക് ഈ ഒരു കറണ്ട് ഇയറിൽ റിവാലുവേഷൻ സർപ്ലസിലേക്ക് 9 lakh മാത്രമേ എടുക്കാൻ കഴിയൂ. 13 lakh ടോട്ടൽ റിവാലുവേഷൻ സർപ്ലസ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു 4 lakh ഡിപ്രിസിയേഷൻ, ഈ ഒരു ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി എമൗണ്ട് മാത്രമേ നമുക്ക് റിവാലുവേഷൻ സർപ്ലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നോക്കുക. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എത്രയാണ് അസറ്റിൻ്റെ വാല്യൂയിൽ വന്ന ഇൻക്രീസ്, ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എത്രയാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ലോസ് വന്നത് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അത്ര തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് ബാക്കി എമൗണ്ട് റീവാലുവേഷൻ സർപ്ലസിലേക്ക് എടുക്കുന്നു. ഓക്കെ, ഇനി ചില കേസിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ സർപ്ലസ് എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് റിവാലുവേഷൻ സർപ്ലസ് ഇവിടെ 13 lakh വന്നിട്ടുണ്ട്. എന്നാൽ ചില കേസിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 lakh മാത്രമാണ് ഈ ഒരു ഇയറിൽ റിവാലുവേഷൻ സർപ്ലസ് വന്നതെന്ന് വിചാരിക്കാം. 3 lakh. പക്ഷേ നമുക്ക് പ്രീവിയസ് ഇയർത്തെ ലോസ് 4 lakh ഉണ്ട്. അപ്പോൾ 3 lakh വെച്ച് ഒരിക്കലും നമുക്ക് 4 lakhൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 3 lakh കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീവാലുവേഷൻ സർപ്ലസ് അക്കൗണ്ടിലേക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല. കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് എടുത്തു. സ്റ്റിൽ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ 1 lakhൻ്റെ ലോസ് പിന്നെയും ബാക്കി ഉണ്ടാകും. 3 lakh മാത്രമേ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 1 lakh ലോസ് അപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഈ ഒരു ഡിവാലുവേഷനായിട്ട് കാണിക്കുന്നുണ്ടാകും, ഓർ ഡിപ്രിസിയേഷനായിട്ട് കാണിക്കുന്നുണ്ടാകും. ബാക്കി റീവാലുവേഷൻ സർപ്ലസിലേക്ക് നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ഒന്നും തന്നെ ട്രാൻസ്ഫർ ചെയ്യാനും ഉണ്ടാവില്ല. ഓക്കെ, അതൊരു കേസ് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, അവൈലബിൾ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് റിവാലുവേഷൻ സർപ്ലസത്തെ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസത്തെ ലോസും നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി എമൗണ്ട് റിവാലുവേഷൻ സർപ്ലസിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് ഈ എക്സാമ്പിൾ. ദെൻ ലാസ്റ്റ് വണ്ണ് നോക്കാം. എ ഫാക്ടറി ഹാഡ് എ ക്യാരിയിങ് വാല്യൂ ഓഫ് 12 million. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്, ഒന്നുകൂടെ ക്ലിയർ ആവുന്നതിന് വേണ്ടി കൊടുത്തതാണ്. carrying value 12 million and it has been revalued at 14 million. ഓക്കെ, ഇപ്പോൾ 12 million 14 million ആയിട്ട് മാറി. ഫസ്റ്റ് ഇയർത്തെ കേസാണ് പറയുന്നത്. വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ? ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്താണ്, അതിൻ്റെ വാല്യൂ 12 to 14 ആയിട്ട് മാറി. സോ ദർ ഈസ് റീവാലുവേഷൻ സർപ്ലസ്, 2 million സർപ്ലസ് വന്നു. ദെൻ അപ്പോൾ നമ്മൾ ജേർണലൈസ് ചെയ്യുക, PP അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ സർപ്ലസ്. ഇതാണ് ഫസ്റ്റ് ഇയർത്തെ ജേർണൽ എൻട്രി. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്തു 2 million ടു റീവാലുവേഷൻ സർപ്ലസ് 2 million. ഇതാണ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി. ദെൻ സെക്കൻഡ് പാർട്ട് നോക്കുക ക്വസ്റ്റ്യനിൽ. Also show the accounting treatment if it's revalued at 9 million in the second year. സെക്കൻഡ് ഇയർ ആയ സമയത്ത് ഇത് വീണ്ടും റീവാല്യൂ ചെയ്തു, 9 million ആയിട്ട് റീവാല്യൂ ചെയ്തു എങ്കിൽ എന്താണ് അവിടെ വരിക? അപ്പോൾ ഇത് റീവാല്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ അല്ല, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ റീവാല്യൂ ചെയ്ത് നിൽക്കുന്നത് 14 million ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൽ 14 million അസറ്റിൻ്റെ വാല്യൂ നിൽക്കുന്നത്. അതിൽ നിന്നാണിപ്പോൾ എത്രയായിട്ട് മാറിയിരിക്കുന്നത്, 9 ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോവർ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഒന്ന് തന്നിരിക്കുന്നത് 12 million രണ്ടാമത് തന്നിരിക്കുന്ന റീവാല്യൂ ചെയ്തിരിക്കുന്ന എമൗണ്ടാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർത്തെ ഇൻഫോർമേഷനും ആൻഡ് അതിനു മുന്നേ ഉണ്ടായിരുന്ന ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ സാമ്പിളിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്.
എന്ത് വന്നിട്ടുണ്ട്, റീവാല്യൂഡ് ഫിഗറും ആൻഡ് ക്യാരിയിങ് വാല്യൂ ആണ് തന്നിട്ടുള്ളത്. റിവാല്യൂഡ് ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, 14 മില്യൺ. സോ 14 മില്യൺ മൈനസ് അതിപ്പോൾ എത്രയുമായി 9 മില്യൺ ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. 5 മില്യണിന് എന്ത് വന്നു, കറണ്ട് ഇയറിൽ ലോസ് വന്നു അല്ലെങ്കിൽ ഡിക്രീസ് വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർത്തെ റിവാലുവേഷൻ സർപ്ലസ് നമുക്ക് 2 മില്യൺ അവൈലബിൾ ആണ്. അപ്പോൾ ആ 2 മില്യൺ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റിവാലുവേഷൻ സർപ്ലസത്തെ 2 മില്യൺ കംപ്ലീറ്റ്ലി നമ്മൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് എടുത്തു. സ്റ്റിൽ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഒരു 3 മില്യൺ ബാക്കി ഉണ്ടായിരിക്കും. ടോട്ടൽ നമുക്ക് 5 മില്യൺ ആണ് കറണ്ട് ഇയറിൽ ലോസ് വന്നിട്ടുള്ളത്. PPE അക്കൗണ്ടിൽ ലോസ് 5 മില്യൺ ഉണ്ട്. അതിൽ 2 മില്യൺ നമ്മൾ സർപ്ലസ് റിവാലുവേഷൻ സർപ്ലസ് യൂസ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി 3 മില്യൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ലോസ് ആയിട്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും 3 മില്യൺ. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 എലമെൻറ്റിലും 3 ക്വസ്റ്റ്യനിലും 3 തരത്തിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കുക, ആൻഡ് ആൻസർ ചെയ്തിരിക്കുന്നത് ലോജിക്കലി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് വെച്ചുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.